കടൽക്കൊള്ളക്കാരനായ ജാക്ക് നമ്മുടെ പാവ മത്സ്യകന്യയെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാവൂ. അവളെ സഹായിക്കാനായി ഇനി എന്ത് ചെയ്യാം? ആ വല എങ്ങനെ മുറിക്കും? നമുക്ക് ആദ്യം തന്നെ അവന്റെ പേഴ്സ് തപ്പിയാലോ. ഇതിലൊരു കത്രികയുണ്ട്, ഈ കത്രിക കൊണ്ട് മുറിക്കാൻ പറ്റുമോ നോക്കാം. ഇതിന് നല്ല ഉറപ്പാണ്, അങ്ങനെ മുറിയുന്നില്ലല്ലോ. ഇനി ഈ മൂർച്ചയുള്ള മീനെ കൊണ്ട് മുറിക്കാൻ സാധിക്കുമോ? അതും വഴുകിപ്പോയി. മുകളിൽ ഒരു സീകൾ ഇരിക്കണുണ്ടോ, അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയാലോ? അതും ശരിയാകുന്നില്ലല്ലോ. അയ്യോ, ആ കൊള്ളക്കാരൻ എഴുന്നേറ്റല്ലോ. അയാൾ കാണാതെ വേണം നമുക്കെല്ലാം ചെയ്യാൻ. അയാൾ ശബ്ദം കേൾക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അയാളുടെ പെട്ടിയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ഇത് വെച്ച് കൊടുക്കാം. അപ്പൊ അയാൾക്ക് പുറത്തത്തെ ശബ്ദം അധികം കേൾക്കുന്നില്ല. അവിടെ ആരും മണ്ണ് കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതൊന്ന് കുഴിച്ചു നോക്കിയാലോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഞണ്ട് കിട്ടിയല്ലോ, ഈ ഞണ്ടിനെ കൊണ്ട് ഇറക്കി നോക്കിയാലോ വല. അതും സാധിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ പറയൂ. ആ ചില്ലുംകുട്ടീന്റെ ഉള്ളിൽ ഒരു ഹുക്ക് കാണുന്നില്ല, അതെങ്ങനെ പുറത്തേക്ക് എടുക്കാം? ഈ കല്ലെടുത്ത് നമുക്ക് ആ ചില്ല് പൊട്ടിച്ചു നോക്കിയാലോ. ദേണ്ടേ, അയാൾ വീണ്ടും എഴുന്നേറ്റു. ഈ ഗെയിം നമ്മൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ കളിക്കണം. ഈ ഹുക്ക് എടുത്തിട്ട് വല മാന്തി പൊട്ടിക്കാൻ പറ്റുമോ നോക്കിയാലോ. അതും സാധിക്കുന്നില്ല. അവിടെ ഒരു സ്പിനാച്ച് ഇരിക്കുന്നുണ്ടല്ലോ, ഇത് കഴിച്ച് നമുക്ക് പപ്പായെ പോലെ ശക്തിയായിട്ട് ഈ വല വലിച്ചു മാറ്റാൻ നോക്കിയാലോ. പരാജയപ്പെട്ടല്ലോ. ഇനി എന്ത് ചെയ്യാം? ഷെല്ലിന്റെ ഉള്ളിൽ എന്തോ ഉള്ളേ? ഇതില് പേള് മിസ്സാണല്ലോ. ഈ പേള് എവിടെ നിന്ന് കിട്ടും? പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ മത്സ്യകന്യകളുടെ കണ്ണുനീരാണ് പേള് എന്ന് പറയുന്നത്. അപ്പൊ അവളുടെ കണ്ണുനീരെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു നോക്കിയാലോ. ഇതില് നല്ല ഷാർപ്പായ ഒരു കത്തി കിട്ടിയല്ലോ നമുക്ക്. അയ്യോ അലേട്ട്, അയാൾ വീണ്ടും എഴുന്നേറ്റു. ഇനി അയാൾ വീണ്ടും കിടക്കുമ്പോൾ നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് വല മുറിക്കാനായി ശ്രമിക്കാം. ഇനി എന്ത് ടൂളാ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക? അവിടെ ഒരു ചില്ലുംകുപ്പി കിടക്കുന്നുണ്ടല്ലോ, ഈ ചില്ലുംകുപ്പി നമുക്ക് പൊട്ടിച്ചിട്ട് അതിന്റെ ചില്ല് ഉപയോഗിച്ചൊന്ന് മുറിച്ചു നോക്കിയാലോ. നമ്മളങ്ങനെ ആ മത്സ്യകന്യയെ മോചിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഈ ലെവലും പാസ്സായേ. ഇതുപോലത്തെ ഗെയിംസ് ഇനിയും കളിക്കാനായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.